നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് സോഷ്യൽ മീഡിയയിലെ ഒരു മിന്നും താരമാണ്, മറ്റാരുമല്ല പൂച്ച. സോറി, അതുകൂടെ പറയാൻ വരുമായിരുന്നു. സണ്ണി ലിയോണിയെ ചേച്ചി എന്ന് വിളിക്കുന്ന മലയാളികൾ അതിലും സ്നേഹത്തോടെ സാർ എന്ന് വിളിക്കുന്ന ആ ഒരു താരം മറ്റാരുമല്ല നമ്മുടെ സ്വന്തം പൂച്ച സാർ. നമസ്കാരം പൂച്ച സാർ. നമസ്കാരം. എൻ്റെ ആദ്യത്തെ ചോദ്യം, ഇപ്പോൾ ഹസ്കി ഡാൻസ് ആണല്ലോ, അവനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. എന്തേലും ഒന്ന് പറയണം സാർ, ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. എന്തോന്ന് ട്രെൻഡ്? ഏതോ ഒരുത്തൻ വെച്ചൊരു വീഡിയോ ഉണ്ടാക്കിയെന്ന് വെച്ച് ഈ പൂച്ച സാറിന് മുകളിലാവോ ആ ഹുസ്കി? ഹുസ്കി അല്ല സാർ, ഹസ്കി. അവന്റെ പേര് തന്നെ തെറ്റാ. ഹുസ്കി എന്ന് എഴുതി വെച്ചിട്ട് ഹസ്കി എന്ന് വായിക്കണം പോലും. അവന്റെ ഒരു അഹങ്കാരം. അതിപ്പോ നമ്മൾ CAT എന്ന് എഴുതിയിട്ട് ക്യാറ്റ് എന്നല്ലേ വായിക്കുന്നത്? നീ ബാക്കി ചോദിക്ക്. ഓക്കെ, താങ്കൾ സോഷ്യൽ മീഡിയയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആണല്ലോ, എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? പലരും പറയാറുണ്ട് ഈ സോഷ്യൽ മീഡിയ നല്ലതാണെങ്കിലും അതിന് ഭീകരമായിട്ടുള്ള മറ്റൊരു വശം കൂടെ ഉണ്ടെന്ന്. പക്ഷെ സോഷ്യൽ മീഡിയ നല്ലത് മാത്രമേ എനിക്ക് തന്നിട്ടുള്ളൂ. പണ്ട് എനിക്കൊരു പട്ടിയുടെ വില പോലും ഇല്ലായിരുന്നു. ഏത് പട്ടിയുടെ വിലയാണ് സാർ? ഓ എടാ പൊട്ട, പണ്ട് എനിക്ക് നാട്ടിൽ ഒരു വിലയില്ലായിരുന്നെന്ന്. പക്ഷെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം എനിക്ക് നാട്ടിൽ കിട്ടിയൊരു അംഗീകാരം എന്ന് പറയുന്നത് വളരെ 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 വലുതാണ്. ഈ അവസരത്തിൽ എൻ്റെ വീഡിയോസ് ഇട്ട് വൈറലാക്കിയ എല്ലാ നല്ല മനുഷ്യരോടും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ? അല്ലാതെ നിനക്ക് എന്നോട് കാശ് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ, ചോദിക്ക്. താങ്കൾ എന്തിനാണ് ഈ പാമ്പിനെയും മറ്റ് ജീവികളെയൊക്കെ കൊന്നിട്ട് മനുഷ്യന്മാർ കിടക്കുന്നിടത്ത് കൊണ്ടിടുന്നത്? അതായത് മനുഷ്യന്റെ മോനെ നീ കേക്ക്, നിനക്കിപ്പോ ഒരു ലവർ ഉണ്ടെന്ന് വിചാരിക്കുക. നിന്നെ കണ്ടിട്ട് അതിനുള്ള കഴിവുണ്ടെന്ന് തോന്നുന്നില്ല. പോട്ട്, നീ എന്തേലും ഒരു സാധനം കഴിക്കാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നിനക്ക് ഇഷ്ടപ്പെട്ടവർക്കും കൊണ്ട് കൊടുക്കാറില്ലേ? അതുപോലെ ഞാൻ പിടിക്കുന്ന സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊണ്ട് കൊടുക്കുന്നു. ആ സിമ്പിൾ ആസ് ദാറ്റ്. അല്ല, ഇങ്ങനെ പാമ്പിനെയൊക്കെ മനുഷ്യന്മാർ കിടക്കുന്നിടത്ത് കൊണ്ടിട്ടാ? നിങ്ങൾക്കാണ് അവര് മനുഷ്യര്, ഞങ്ങൾക്ക് അവര് മനുഷ്യരല്ല. രണ്ട് കാലിൽ നടക്കുന്ന ഇമ്മിണി വലിയ പൂച്ച. ബെസ്റ്റ്. താങ്കൾക്ക് മനുഷ്യന്മാർ പറയുന്ന മനസ്സിലാകുന്നുണ്ടെന്നും അത് കേട്ടിട്ടും കേൾക്കാത്ത ഭാവത്തിൽ കിടക്കുന്നതാണെന്നുമാണ് എല്ലാരും പറയുന്നത്. ഇത് സത്യമാണോ? അങ്ങനെ എത്ര കഥകൾ ട്രോളന്മാർ പാടി നടക്കുന്നു. ഓക്കെ, അല്ല ഇത് സത്യമാണോ? യവനിത് വിട്ടില്ലേ? സത്യമാണ്. യവനൊക്കെ വിളിക്കാൻ നേരത്ത് ഞാൻ എന്തിനാണ് അവന്റെയൊക്കെ മുന്നിൽ ചെല്ലുന്നേ? അതിന് വിളിക്കുമ്പോ ചെല്ലാനും വാലാട്ടാനും ഒക്കെ ആ പട്ടി പോവും. ഈ പൂച്ച സാറിന് അതിനൊന്നും കിട്ടത്തില്ല. ഞാനേ രാജകുടുംബമാ, അറിയാലോ. അതെ, അങ്ങനെയും ട്രോളന്മാർ പാടി നടക്കുന്നുണ്ട്. ഡാഡാ, നീ ചോദ്യം ചോദിച്ചാൽ മതി, കൗണ്ടർ അടിക്കണ്ട കേട്ടോ. താങ്കൾക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു കാര്യം എന്താണ്? ഞങ്ങളെ പറ്റി എല്ലാവരും പറഞ്ഞു നടക്കാറുണ്ട്, ഞങ്ങൾ ആ പട്ടിയെ പോലല്ല, നന്ദി കെട്ട വർഗമാണെന്ന്. എല്ലാ ദിവസവും ഫുഡ് കൊടുത്താലും അപ്പുറത്തെ വീട്ടിൽ മീന്തല കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് വലിഞ്ഞേറി ചെല്ലുമെന്ന്. അല്ല, ഇത് സത്യമല്ലേ? സത്യം പറയടാ, നീ ആ ഹുസ്കിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് എന്റെ മാർക്കറ്റ് അടിക്കാനല്ലേടാ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ അങ്ങനെ ചെയ്യൂ? നിന്നെ കണ്ടറിഞ്ഞൂടെ, നീ അങ്ങനെ ചെയ്യൂ. അടുത്ത ചോദ്യം ചോദിക്ക്. താങ്കൾ സോഷ്യൽ മീഡിയയിലെ വലിയൊരു പൂച്ച സാറായിട്ടും കുട്ടികളുടെ മുന്നിൽ വളരെ മാന്യനാണല്ലോ, എന്താ പേടിയാണോ? പേടിയോ? ഞാനെന്തിനാണ് പേടിക്കുന്നത്? ഈ ഇച്ചിരി ഇല്ലാത്ത പീറ പിള്ളേരോടൊക്കെ എന്ത് ഹീറോയിസം കാണിക്കാനാണ്? എനിക്ക് കുറഞ്ഞത് രാജവമ്പാല, കടുവ, അണലി ഇവരോടൊക്കെ ഫൈറ്റ് ചെയ്താലും ഒരു ത്രില്ലുള്ളൂ. ഓക്കെ, നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. എന്താണ് സാറിന്റെ ഫാൻസിനോട് താങ്കൾക്ക് പറയാനുള്ളത്? ഇപ്പൊ കുറച്ച് നാളായിട്ട് നീയൊക്കെ ആ ഹുസ്കിയുടെ ഡാൻസിന്റെ പുറകെയാണെന്നറിയാം. നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഏതൊക്കെ ഹുസ്കി വന്നാലും ഹസ്കി വന്നാലും ഈ പൂച്ച സാറിന്റെ തട്ട് താണ് തന്നെ ഇരിക്കും. ഇതേ കൊണ്ടുണ്ടാക്കിയ കൂട്ടമല്ല, പൂച്ച സാറിന്റെ താനാ ചേർന്ന കൂട്ടം. ഹസ്കി ഡാൻസ് വീഡിയോ 1 മില്യൺ ആയി.